മഞ്ചേരി നഗരസഭാ കൌൺസിലർ അബ്ദുൾ ജലീൽ വധക്കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം. ഷുഹൈബ്, ഷംസീർ, അബ്ദുൾ മാജിദ് എന്നിവർക്കാണ് ശിക്ഷ ലഭിച്ചത്. 2022 മാർച്ച് മാസം 29-നാണ് സംഭവം. വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കണ്ണിലേക്ക് അടിച്ച് എന്ന് പറഞ്ഞായിരുന്നു വാക്കുതർക്കം. ആ വാക്കുതർക്കമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, മഞ്ചേരി നഗരസഭാ കൌൺസിലർ അബ്ദുൾ ജലീൽ അദ്ദേഹമാണെന്ന് കൊല്ലപ്പെട്ടത്. എന്തായാലും 3 പ്രതികൾക്കും ജീവപര്യന്തമാണ്. എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? രാഖി, മഞ്ചേരിയിലെ നഗരസഭാ കൗൺസിലറായിരുന്ന അബ്ദുൾ ജലീൽ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് മഞ്ചേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതായത് രാവിലെ ഈ 3 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അതിനുശേഷം പിന്നീട് 3 പ്രതികൾക്കും ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അതായത് 2022 മാർച്ച് മാസത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് നിന്നും സ്ഥലത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു പാലക്കാട്ടേക്ക് അബ്ദുൾ ജലീൽ എന്ന ഈ ഒരു നഗരസഭാ കൗൺസിലർ പോയത്. പിന്നീട് രാത്രി തിരിച്ചു വരുമ്പോൾ വഴിയിൽ വച്ചാണ് ഈ പ്രതികളുമായി വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഹെഡ്ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വാക്കുതർക്കമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതായത് അബ്ദുൾ ജലീൽ സഞ്ചരിച്ച കാറിന്റെ പിന്നിലെ ഗ്ലാസ് ഇടിച്ചു തകർത്തു. ഈ കരിങ്കല്ല് കൊണ്ട് ഇവർ ഇടിച്ചു തകർത്തു. അതിനുശേഷം പുറത്തിറക്കിയിറങ്ങിയ അബ്ദുൾ ജലീലിനെ തലയ്ക്ക് കരിങ്കല്ല് കൊണ്ട് അടിക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് ദിവസം അബ്ദുൾ ജലീൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് മരിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് ഈ പ്രതികൾ മുങ്ങിയിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയും അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആണ് ഇപ്പോൾ ഈ കേസിൽ 3 വർഷം മുൻപുണ്ടായ അബ്ദുൾ ജലീൽ വധക്കേസിൽ ഇപ്പോൾ 3 പ്രതികൾക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് കോടതി. മഞ്ചേരി നഗരസഭാ കൌൺസിലറെയാണ് കൊലപ്പെടുത്തിയത്.